ഉണ്ടല്ലോ. കേരളീയരുടെ ദേശീയ ആഘോഷമാണ് ഓണം. പുരാണങ്ങളിലെ രാജാവായ മഹാബലിയുടെ ഗൃഹപ്രവേശത്തെ അടയാളപ്പെടുത്തുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണിത്. ഓണത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കാലം മുൻപ് പ്രകൃതി രമണീയമായ കേരളത്തിൻ്റെ ഭൂമിയിൽ മഹാബലി എന്ന പ്രിയപ്പെട്ട രാജാവ് ജീവിച്ചിരുന്നു. മഹാബലി എന്ന് വിളിച്ച് നമ്മൾ അദ്ദേഹത്തെ മാവേലി എന്നും വിളിക്കുന്നു. വളരെ ജ്ഞാനിയും നീതിമാനുമായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ കേരളം അഭിവൃദ്ധിപ്പെട്ടു. സമൃദ്ധമായ ഈ നാട്ടിൽ ദാരിദ്ര്യമോ കുറ്റകൃത്യമോ ഇല്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിച്ചു. വളരെ ദാനധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം. ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചു. മഹാബലി രാജാവിൻ്റെ ജനപ്രീതിയിലും ശക്തിയിലും സ്വർഗത്തിലെ ദേവന്മാർ അസൂയപ്പെട്ടു. രാജാവ് തങ്ങളെക്കാൾ ശക്തനാകുമെന്ന് ഭയപ്പെട്ടു. വിഷ്ണുഭക്തനായ മഹാബലിയെക്കുറിച്ചുള്ള ആശങ്ക ദേവന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിനെ അറിയിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു മഹാബലിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് പാവപ്പെട്ട ഒരു കുള്ളൻ ബ്രാഹ്മണനായി. ഒരു ദിവസം മഹാബലി രാജാവ് ഒരു മഹായജ്ഞം നടത്തുമ്പോൾ വാമനൻ സമീപിച്ചു ഒരു ലളിതമായ വരം ചോദിച്ചു. 3 അടി ഭൂമി തനിക്ക് വേണം. ദാനധർമ്മത്തിന് പേര് കേട്ട രാജാവിനോട് ജാഗ്രത പാലിക്കണമെന്ന് ഉപദേശകർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും രാജാവ് വാമനന് തൻ്റെ ആവശ്യം നൽകാമെന്ന് അറിയിച്ചു. രാജാവ് വരം നൽകിയ ഉടനെ വാമനന് വലിപ്പം കൂടാൻ തുടങ്ങി. വാമനന്റെ ഒരടിയിൽ ഭൂമിയും അടുത്തതിൽ ആകാശവും അളന്നു. 3-ാം അടിക്ക് ഇനി സ്ഥലമില്ലെന്ന് മനസ്സിലാക്കിയ മഹാബലി സ്വന്തം ശിരസ് സമർപ്പിച്ച് പാതാളത്തിലേക്ക് പോയി. രാജാവിൻ്റെ വിനയവും ഭക്തിയും ദർശിച്ച വാമനൻ തൻ്റെ യഥാർത്ഥ രൂപം കൊണ്ട് മഹാവിഷ്ണുവായി. രാജാവിന് വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണുവാനുള്ള അനുഗ്രഹം നൽകി മഹാബലി രാജാവിൻ്റെ വാർഷിക സന്ദർശനം നമ്മൾ ഓണമായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ അത്യധികം സന്തോഷത്തോടെയും ആവേശത്തോടെയും സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. വീടുകൾ വൃത്തിയാക്കുന്നു. രാജാവിനെ സ്വാഗതം ചെയ്യുന്നതിനായി പൂക്കളം എന്ന് വിളിക്കുന്ന പുഷ്പ പരവതാനികൾ കവാടത്തിൽ നിരത്തുന്നു. വിശിഷ്ടമായ സസ്യാഹാര വിരുന്നായ ഓണസദ്യയുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ നിറയുന്നു. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച പുരുഷന്മാരും സ്ത്രീകളും എത്തുന്നു. സ്ത്രീകൾ കൈകൊട്ടിക്കളി എന്നറിയപ്പെടുന്ന തിരുവാതിര കളിക്കുന്നു. ചെണ്ടതാളങ്ങളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്നു. സമാധാനവും ഐശ്വര്യവും വാഴുന്ന സുവർണ കാലത്തെക്കുറിച്ച്, മഹാബലി രാജാവിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള കഥകൾ മുത്തശ്ശിമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശാന്തമായ കായലുകളിൽ ചുണ്ടൻ വള്ളങ്ങളിൽ വള്ളംകളി നടക്കുന്നു. ആറന്മുള വള്ളംകളി ഓണത്തിനോടനുബന്ധിച്ച് നടത്തുന്നു. 10 ദിവസത്തെ ഉത്സവം അവസാനിക്കുമ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും വാഗ്ദാനവുമായി മാവേലി അടുത്ത വർഷം വരുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ വിട പറയുന്നു. ഓണം ഒരു ആഘോഷം മാത്രമല്ല, നന്മയും നീതിയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. Thank you. Subscribe.